നമ്മളെ അറിവ് ആരംഭിച്ചു. നാവിനെ അറിയുന്നുണ്ടെങ്കിൽ, നാവിൽ ഭക്ഷണം വെക്കുമ്പോൾ നാവ് എപ്രകാരം ഭക്ഷണത്തെ സ്വീകരിക്കുന്നു, നാവ് ഭക്ഷണത്തെ എപ്രകാരം സ്വീകരിക്കുന്നു, ആ നാവിൻ്റെ പ്രവർത്തനത്തെ നമുക്ക് ബഹുമാനിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, നമുക്ക് ശ്രദ്ധിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, നമ്മളെന്ന് പറയുന്നത് കുറേയും കൂടി മെച്ചപ്പെടും. എപ്രകാരമാണ് നമ്മൾ എന്ന് പറയാൻ സാധിക്കുന്നത്? ഈ നാവിൻ്റെ രുചി കൂടി ചേർന്നാണ് നമ്മളെന്ന് പറയുന്നത്. അപ്പം നമ്മൾ എന്ന് പറയുന്നത് നാവിൻ്റെ രുചി കൂടി ചേർന്നാണ്. അപ്പം നമ്മളെ നമ്മളാക്കി നിലനിർത്തുന്നതിന് കാരണമായിട്ടുള്ള നാവിൻ്റെ രുചിക്ക് സ്ഥാനം കൊടുക്കുമ്പോൾ ആ നാവ് കുറേയും കൂടി തെളിഞ്ഞ് നാവിൻ്റെ പ്രവർത്തനത്തിൽ നമ്മൾക്ക് സജീവമാകുവാനുള്ള അവസരം. അപ്രകാരമാണ് ഒരു വ്യക്തിക്ക് വ്യക്തിത്വ ബോധം തെളിഞ്ഞുണ്ടാകുന്നത്. നമ്മളെ ഇന്ദ്രിയങ്ങൾ മുഖേന നമ്മളിലോട്ട് കൊണ്ടുവരുന്നതിന് സ്വീകരിക്കുന്നത് കൃത്യമാകുമ്പോൾ, നാവിലൂടെ സ്വീകരിക്കുന്നത് നമ്മുടെ ശരീരമായിട്ട് മാറുമ്പോൾ, ആ ശരീരത്തെ ആര് തിരിച്ചറിയണം? ആരാണ് ഈ നമ്മളെന്ന് പറയുന്നത്? ഇപ്രകാരം സ്വീകരിക്കുന്നത് ചേർന്നുണ്ടായതാ. ഇപ്രകാരം സ്വീകരിക്കുന്നത് ചേർന്നുണ്ടായതാണ് ഈ നമ്മൾ. അപ്പം അതിൻ്റെ കാരണമായിട്ടുള്ള നാവിൻ്റെ രുചി, അവിടെ നാവിൽ വെക്കുമ്പോൾ തന്നെ അവിടെ ദഹനം ആരംഭിച്ചു. നാവിൽ വെച്ച് സാവകാശം ചവച്ചരച്ചരച്ച് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തോട് നമ്മൾക്ക് എന്താണ് നീതി പുലർത്താൻ പറ്റാത്തത്? നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് എന്തിനാണ്? നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് നമ്മൾ നന്നായി തെളിഞ്ഞ് വരുവാൻ വേണ്ടിയിട്ടാണ്. നന്നായിട്ടിരിക്കാനല്ല, നന്നായിട്ട് തെളിച്ചെടുക്കാനാണ്. നമ്മൾ അറിയാനാണ് ഭക്ഷണം കഴിക്കുന്നത്. നമ്മൾ അറിയുവാൻ വേണ്ടിയിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത്. അല്ലാതെ ഭക്ഷണം കഴിച്ചിട്ട് എന്ത് കാര്യമിരിക്കുന്നു? നമ്മളെ നന്നായിട്ട് അറിയുന്നിടത്താണ് നമ്മൾ കഴിച്ച ഭക്ഷണത്തും കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുള്ളൂ. നമ്മളെ അറിയുന്നില്ലെങ്കിൽ വേറെ ഒത്തിരി അറിവുണ്ട്, പക്ഷേ നമ്മളെ അറിയുന്നില്ല. അങ്ങനെ ഭക്ഷണം കഴിച്ചിട്ട് ഒരു കാര്യമില്ല. രോഗം വന്ന് ചത്തുപോത്തേ ഉള്ളൂ. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമ്മളെ തിരിച്ചറിയാനാണ്. നമ്മൾ എടുക്കുന്ന ശ്വാസം നമ്മളെ തിരിച്ചറിയാനാണ്. നമ്മുടെ ഉള്ളിൽ വരുന്ന ശബ്ദം നമ്മളെ തെളിച്ചെടുക്കാനാണ്. വെളിച്ചവും അപ്രകാരം തന്നെയാണ്. പക്ഷെ ഭക്ഷണത്തിൻ്റെ ഭാഗത്ത് നമ്മൾക്ക് യാതൊരു പ്രാപ്തിയുമില്ലെങ്കിൽ വെളിച്ചവും ശബ്ദവും ശ്വാസവും ഒന്നും നമുക്ക് പ്രായോഗികമായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ശരീരത്തിൽ എപ്രകാരം പ്രവർത്തിക്കുന്നു, ശരീരത്തെ എപ്രകാരം ഉണർത്തുന്നു, ആ ഭാഗം കൃത്യമായിട്ട് അറിയുന്നുണ്ടെങ്കിൽ അവിടെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ആരംഭം. അവിടെയാണ് നമ്മുടെ തെളിച്ചം. വെറുതെ ഭക്ഷണം കഴിക്കരുത്. വെറുതെ ഒരിക്കലും ഭക്ഷണം കഴിക്കരുത്. എപ്പോഴും ഭക്ഷണം കഴിക്കുമ്പോൾ ബഹുമാനത്തോടുകൂടി ആയിരിക്കണം. ബഹുമാനം സർവ്വതിനും തുല്യ സ്ഥാനം കൊടുത്തുകൊണ്ട് ആയിരിക്കണം ഭക്ഷണം കഴിക്കേണ്ടത്. നാവിൽ ഭക്ഷണം വെക്കുമ്പോൾ നമ്മളുടെ ശരീരത്തിലോട്ട് ഭക്ഷണത്തിൽ നിന്ന് ഊർജം ദഹിക്കാൻ തുടങ്ങി. നാവിൽ ദഹിക്കാൻ തുടങ്ങി. ഈ നാവിൽ ദഹിക്കുന്നില്ല, ആമാശയത്തിൽ ചെന്നിട്ട് ദഹിക്കുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ മറ്റുള്ളവരുമായിട്ട്
തർക്കിക്കുക, അടിവെക്കുക, വഴക്കുണ്ടാക്കുക. ദഹനം ശരിയല്ലാത്തതുകൊണ്ടാണ്. ദഹനം ശരിയായാൽ രോഗങ്ങൾ മാറാൻ തുടങ്ങും. ദഹനം ശരിയായാൽ രോഗങ്ങൾ മാറാൻ തുടങ്ങും. ദഹനം ശരിയായാൽ രോഗം മാറും. യോഗം തുടങ്ങി. എവിടെ തുടങ്ങി? നാവിൽ തുടങ്ങി യോഗം. യോഗം നാവിൽ തുടങ്ങി. ആ നാവ് നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ ബഹുമാനിക്കണം. നാവ് നമ്മുടെ ശ്രദ്ധയിലുണ്ടാവണം. എൻ്റെ നാവ് എൻ്റെ ശ്രദ്ധയിലുണ്ടാകണം. എനിക്ക് എൻ്റെ നാവ് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. എൻ്റെ നാവ് എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ ഞാൻ ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ കൊണ്ട് ഒന്നും ഒരു പ്രയോജനവും ഉണ്ടാകത്തില്ല. വലിയ കാലതാമസമില്ല, വളരെ പെട്ടെന്നായിരിക്കും നമ്മുടെ നാശം സംഭവിക്കുന്നത്. സ്വന്തം നാവ് ശ്രദ്ധിക്കുമ്പോൾ നമ്മൾക്ക് നമ്മുടെ ഉത്തരവാദിത്വത്തിലുള്ളതിനെ ശ്രദ്ധിക്കുമ്പോൾ നമുക്കതിലിരിക്കുവാനുള്ള അധികാരം ഉണ്ടാകും. അപ്പോഴാണ് നമ്മളിൽ നമുക്ക് സജീവമാകുവാനുള്ള അധികാരം ഉണ്ടാകുന്നത്. അപ്പോഴേ നമുക്ക് നമ്മളിൽ ഇരിക്കാൻ തുടരുവാനുള്ള അധികാരമുള്ളൂ. ഇവിടെ ബഷീർ എന്തിനാ വന്നിരിക്കുന്നത്? ബഷീറിനോട് ആര് പറഞ്ഞു? ബഷീർ എന്ത് കാര്യം ഇവിടെ വരാൻ? ബഷീർ ആരാണ്? ഞാൻ ആരാണെന്ന് എനിക്കറിയാൻ പറ്റാത്തത് കൊണ്ടാണ് ബഷീർ ആരാണെന്ന് ചോദിക്കുന്നത്. നിങ്ങളെന്താ ഇവിടെ വന്നത്? കാരണം ഞാൻ എന്തുകൊണ്ട് ഇവിടെ ഇരിക്കുന്നു എന്നുള്ള ഭാഗം അറിയത്തില്ല. ഞാൻ എന്തുകൊണ്ട് ഇവിടെ ഇരിക്കുന്നു, എങ്ങനെ ഇരിക്കുന്നു എന്നറിയാത്ത വ്യക്തിയാണ്. ബഷീറിന് എന്താ കാര്യം ഇവിടെ വരാൻ? ബഷീറിനോട് ആര് പറഞ്ഞു ഇവിടെ വരാൻ? എൻ്റെ വീട്ടിൽ വരാൻ നിങ്ങളോട് ആര് പറഞ്ഞു? മോഷ്ടിച്ചു എന്ന് നമ്മൾ പറയുന്നില്ലേ? ആരും മോഷ്ടിച്ചിട്ടില്ല. കാരണം നമ്മുടേതാണ്. ഇത് എൻ്റേതാണെന്ന് പറയുമ്പോഴല്ലേ മോഷണം വരുന്നത്. ഇത് എൻ്റേതാണെന്ന് വരുമ്പോഴാണ് മോഷണം വരുന്നത്. അല്ലെങ്കിൽ ഇതെല്ലാം ഇവിടെ ഉള്ളതാണ്, എല്ലാവരുടേതാണ്. ഇവിടെയുള്ള സർവ്വജീവജാലങ്ങളും ഒരുമിച്ച് പങ്കിടുന്നതാണ് ഭൂമി. എൻ്റേതാണ്. അതിൻ്റെ ഭാഗത്താണ് നമ്മൾ ഈ പ്രശ്നങ്ങൾ മുഴുവനും ഉണ്ടാക്കുന്നത്. എൻ്റേതെന്ന് പറയുന്നവന് നിലനിൽക്കാനും പറ്റുന്നില്ല, അതിനൊട്ട് ആശ്വാസവുമില്ല. എൻ്റേതെന്ന് പറഞ്ഞ് അവൻ കിടന്ന് പാടുവിടുന്നു. എൻ്റെ സുഖം, എൻ്റെ സ്വത്ത്, എനിക്ക് വേണ്ടിയിട്ട് എന്നോട് നിങ്ങൾ അങ്ങനെ ചെയ്തു. എന്നോട് എന്താണ് ഞാൻ എന്നോട് ഇങ്ങനെ നിങ്ങൾ ഉപദ്രവിച്ചു എന്ന് പറയത്തക്ക വിധത്തിൽ എന്തുണ്ടാക്കി വെച്ചു? വേദനിപ്പിക്കുന്നൊരു ശരീരം ഉണ്ടാക്കി, ദുർബലമായിട്ടുള്ള രോഗമുള്ളൊരു ശരീരം ഉണ്ടാക്കി. ആരുണ്ടാക്കി? ആരാണതിന് കാരണക്കാരൻ? അതുകൊണ്ടല്ലേ എൻ്റേത് എന്നെ വേദനിപ്പിച്ചു. എന്നെ വേദനിപ്പിച്ചെന്ന് പറയുമ്പോൾ ഞാനല്ലേ അതിൻ്റെ ഉടമസ്ഥൻ, ഞാനല്ലേ അതിന് കാരണമായത്. നമ്മളങ്ങനെ ഏറ്റെടുത്തിട്ട് പിന്നെ നമ്മൾ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നതിൽ എന്ത് കഥയിരിക്കുന്നു? നമ്മൾ തന്നെ സൃഷ്ടിച്ചു, നമ്മൾക്ക് തന്നെ ദുരന്തം വന്നു, പിന്നെ ഈശ്വരനോട് പറയുന്നതിൽ എന്ത് കാര്യമിരിക്കുന്നു? കാരണം ഈശ്വരനാണ് സൃഷ്ടിച്ചതെങ്കിൽ ആ ഈശ്വരൻ നിരന്തരം അതിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. ഞാൻ എൻ്റേത് എന്ന് പറയേണ്ട ഭാഗമില്ല.
എൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് ഞാൻ തന്നെയാണ്. ഈശ്വരൻ നിർമ്മിച്ചതാണെങ്കിൽ, ഈശ്വര നിർമ്മാണപ്രകാരമാണെങ്കിൽ നാവിൻ്റെ രുചി അറിയണം, നാവിൻ്റെ രുചി അറിയണം, നാവിൻ്റെ പ്രവർത്തനം അറിയണം, നാവിൽ നമ്മൾ ഉണർന്നിരിക്കണം, നാവിൽ ഉണർന്നിരിക്കണം. പക്ഷെ ആർക്കാ നേരം കിട്ടുന്നത് നാവിൽ ഉണർന്നിരിക്കാൻ? കാരണം എൻ്റെ കാര്യങ്ങളൊക്കെ അവിടെ വിട്ടുപോകും, എൻ്റെ സ്വത്തുക്കളെല്ലാം വിട്ടുപോകും. എൻ്റെ നാവിൽ ഉണർന്നിരിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ സ്വത്തുക്കളും കാര്യങ്ങളെല്ലാം നോക്കാൻ പോകുമ്പോൾ എൻ്റെ നാവിനെ നോക്കുമോ, എൻ്റെ സ്വത്തുക്കൾ നോക്കുമോ? എൻ്റെ വസ്തുക്കൾ നോക്കാൻ പോകുമ്പോൾ എൻ്റെ നാവ് എനിക്ക് നോക്കാൻ പറ്റത്തില്ല. ഈശ്വരനായിട്ടുള്ള ബന്ധം വേണമെന്നുണ്ടെങ്കിൽ നാവിനെ സസൂക്ഷ്മം തൊട്ടറിഞ്ഞിരിക്കണം. എൻ്റെ ചിന്തകൾ വരെ നഷ്ടപ്പെട്ടു പോകും. എൻ്റെ ചിന്തകൾ നഷ്ടപ്പെടരുത്. എൻ്റെ ചിന്തകൾക്ക് പ്രാധാന്യം കൊടുക്കുമ്പോൾ എൻ്റെ നാവ് എനിക്ക് അന്യമാകും. എൻ്റെ നാവ് എനിക്ക് അന്യമാകും, ചിന്തകൾ എനിക്ക് സ്വന്തമാകും. ഒരു സംശയം വേണ്ട. എൻ്റെ നാവ് എനിക്ക് സ്വന്തമാകുമ്പോൾ, എൻ്റെ നാവിൻ്റെ രുചി എനിക്ക് സ്വന്തമാകുമ്പോൾ, എൻ്റെ നാവെനിക്ക് എൻ്റെ ശ്രദ്ധയ്ക്ക് സ്വന്തമാകുമ്പോൾ അവിടെ സ്വന്തമായിട്ടുള്ളത് എന്താണോ അത് തെളിഞ്ഞു വരും. മറ്റൊന്നല്ല, ഇതൊന്നാണ്. അതുകൊണ്ട് അവിടെ ബുദ്ധിമുട്ടില്ല, ദുഃഖമില്ല. ഇതൊന്നാണ്, മറ്റൊന്നിനെയല്ല സ്വന്തമാക്കിയത്. ഇത് സ്വന്തമാക്കാൻ എനിക്ക് അർഹതയുള്ളതാണ്, എൻ്റെ അധികാരത്തിലുള്ളതാണ് എൻ്റെ നാവിൻ്റെ രുചി. എൻ്റെ നാവിനെ അറിയാൻ എനിക്ക് അധികാരമുണ്ട്, അതിൽ തുടരാൻ എനിക്ക് സാധ്യതയുമുണ്ട്, സമാധാനമുണ്ട്, ഐശ്വര്യമുണ്ട്, അഭിവൃദ്ധിയുണ്ട്, താല്പര്യമുണ്ട്. താല്പര്യത്തിന് കാരണമുണ്ട്. എൻ്റെ നാവാണ്, എന്നെ ഞാനാക്കിയ നാവാണ്. അവിടെ എല്ലായിടത്തും പൊരുത്തപ്പെട്ട് നിൽക്കുക, എല്ലാം തമ്മിൽ യോജിച്ച് നിൽക്കുക. അവിടെ യോജിപ്പുണ്ട്. ആ യോജിപ്പിൽ തുടരുമ്പോൾ, യോഗത്തിൽ തുടരുമ്പോൾ തുടരുന്നതിന് കാരണങ്ങൾ അവിടെ തന്നെ തെളിഞ്ഞു വരും. നാവിൻ്റെ രുചിക്ക് സ്ഥാനം കൊടുക്കുമ്പോൾ, നാവിലെ രുചി കൊണ്ട് കഴിച്ച ഭക്ഷണം ആമാശയത്തിൽ ചെല്ലുമ്പോൾ നമ്മളതിൻ്റെ കൂട്ടത്തിലുണ്ട്. ആമാശയത്തിൽ ചെന്ന് ശരീരത്തിൻ്റെ വിവിധ ഭാഗത്തോട്ട് പോകുമ്പോൾ നമ്മളുണ്ട്, കൂട്ടത്തിലുണ്ട്, ഒത്തൊരുമിച്ചുണ്ട്. ആ ഒരുമയാണ് നമ്മുടെ യോഗം. ഈ ഒരുമയാണ്. ഒന്നിച്ച് അറിഞ്ഞുകൊണ്ടിരിക്കണം, അറിവിൽ ഒന്നിക്കണം. വ്യക്തിയായിട്ട് ജീവിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ, വ്യക്തിത്വ ബോധത്തിൽ തെളിഞ്ഞു വരുന്നില്ലെങ്കിൽ പിന്നെ എന്ത് കാര്യമായിരിക്കുന്നു? നമുക്ക് പലപ്പോഴും പലതിനോടും അട്രാക്ഷൻ തോന്നും, ആകർഷണം തോന്നും. ആകർഷണം അഥവാ തോന്നിയാൽ, ആകർഷണം തോന്നിയത് എന്തിനോടാണ്? ഒരു കുഴപ്പമില്ല. ആകർഷണം എന്തിനോട് തോന്നി അതുമായിട്ട് സഹകരിക്കുക. അപ്പോൾ അതിനെ കൂടി ബഹുമാനിക്കണം. നമുക്ക് ആകർഷണം തോന്നി മറ്റൊന്നിനോട്, അതിനെ കൂടി ബഹുമാനിക്കണം. അങ്ങനെ എന്തെല്ലാം തോന്നിയ ആകർഷണം, അതെ, എന്തെല്ലാം കാര്യങ്ങൾ നമ്മുടെ ആകർഷണത്തിൽ വരുന്നുണ്ട്. ശ്വാസം വരുന്നുണ്ട്, അന്തരീക്ഷത്തിലെ വായു വരുന്നുണ്ട്, അല്ലേ? അതിൽ ശബ്ദം വരുന്നുണ്ട്, അതിൽ വെളിച്ചം വരുന്നുണ്ട്. ഇതെല്ലാം നമ്മുടെ ആകർഷണത്തിൽ നമ്മൾ ഇഷ്ടപ്പെട്ടിട്ട് വരുന്നതാണ്. ഇതെല്ലാം ഇത് നമ്മുടെ ഇഷ്ടം കൊണ്ട്, ശരീരത്തിൻ്റെ ശക്തി കൊണ്ട് നമ്മളിലോട്ട് വരുന്നതാണ്. എന്നിട്ട് നമ്മൾ അത് വകവെക്കാതെ അപ്രകാരമുള്ളത് ആകർഷിച്ച് നമ്മൾ സ്വീകരിച്ചിട്ട് ആ സ്വീകരിച്ചതിനെ വകവെക്കാതെ അലഞ്ഞു തിരിഞ്ഞു നടന്നാൽ എന്ത് സംഭവിക്കും? അതെ, സംഭവിക്കാനുള്ളത് സംഭവിക്കും. സംഭവിച്ചുകൊണ്ടിരിക്കുന്നിടത്ത് ശ്രദ്ധിച്ചാൽ അതിൻ്റെ തുടർച്ചയ്ക്ക് സ്ഥാനം കൊടുക്കാൻ സാധിക്കും. എവിടെയാണ് നമുക്ക് ശ്രദ്ധയിൽ സംഭവിക്കുന്നത് കാണാൻ സാധിക്കുന്നത്? നമ്മുടെ നാവിൻ്റെ രുചിയിൽ ആരംഭിച്ചുള്ളത്. ശ്വാസത്തിൽ തുടരാം, ശബ്ദത്തിൽ തെളിയാം, വെളിച്ചത്തിൽ ജീവിക്കാം.
ഇത്രയേ ഉള്ളൂ. വളരെ വളരെ സിമ്പിളാണ്. അപ്പം എവിടെയാണ് പ്രവർത്തനം നടക്കുന്നത് അതാണ് ശക്തി. എവിടെയാണ് മാറ്റം സംഭവിക്കുന്നത് അതാണ് വിശുദ്ധി. ഈ മാറ്റത്തെ കൃത്യമായിട്ട് കാണുന്നതാണ് വിശുദ്ധി. മാറ്റത്തിന് കാരണമാണ് ശക്തി. വിശുദ്ധി എന്ന് പറയുന്നത് ഈ മാറ്റം തെളിഞ്ഞു കാണുന്നു. ഈ മാറ്റം തെളിഞ്ഞു കാണുന്നു, അതാണ് വിശുദ്ധി. പരിശുദ്ധി ശരീരത്തിൽ ഉണ്ടാകുന്ന മാറ്റത്തെ കൃത്യമായിട്ട് കാണുന്നു. ഇതിനകത്ത് ആശങ്കയുള്ള പരിഭ്രമം തരുന്ന യാതൊന്നുമില്ല. ഇയാൾ ഇങ്ങനെ പറഞ്ഞ് ഇയാളെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ശരിയാവുമോ? ഇയാളെ അല്ല ഫോളോ ചെയ്യുന്നത്, ഞാൻ എൻ്റെ നാവിനെയാണ് ഫോളോ ചെയ്യുന്നത്. എൻ്റെ നാവിലെ രുചിയെയാണ് ഞാൻ അറിയുന്നത്. എൻ്റെ നാവിൻ്റെ രുചി കൊണ്ട് അനന്തരമായിട്ടുണ്ടാകുന്ന മാറ്റങ്ങളുടെ കൂടെയാണ് ഞാൻ നിൽക്കുന്നത്. അതുകൊണ്ട് എന്തുണ്ടാകുന്നു എന്ന് തൊട്ടറിയുക. അതുകൊണ്ട് എന്ന് പറഞ്ഞവിടെ നിൽക്കണ്ട. അതിൻ്റെ തുടർച്ചയുണ്ട്. ആ തുടർച്ചയുടെ കൂടെ ഞാനുമുണ്ട്, നമ്മളുമുണ്ട്, എല്ലായ്പ്പോഴുമുണ്ട്. അങ്ങനെ സാധിക്കണം. എന്നിലുണ്ടാകുന്ന മാറ്റത്തിൻ്റെ കൂടെ ഒപ്പമിരിക്കാൻ സാധിക്കുമ്പോഴാണ് നമ്മൾ, ഞാൻ എന്നൊക്കെ പറയുന്ന ഭാഗത്തിന് എന്തെങ്കിലും ഒരു അർത്ഥമുണ്ടാകുന്നത്. അപ്പോഴാണ് അതിനൊരു മൂല്യമുണ്ടാകുന്നത്. നമുക്ക് നമ്മളെ തന്നെ തിരിച്ചറിയാൻ പാടില്ല. എപ്പോൾ എങ്ങനെ പ്രതികരിക്കും എന്നൊരു പിടുത്തവുമില്ലെങ്കിൽ ഭയങ്കര അപകടമല്ലേ? എപ്പോൾ എങ്ങനെ പ്രതികരിക്കും? ഒരു പ്രത്യേക സാഹചര്യം വരുമ്പോൾ ഞാൻ ഞെട്ടിത്തിരിയുന്നു, നട്ടം തിരിയുന്നു. എന്താ കാരണം? എൻ്റെ ശരീരത്തിൻ്റെ പുറത്ത് എനിക്ക് അധികാരമില്ല. ഞാൻ എടുത്തു വച്ചിരിക്കുന്ന കുറേ തീരുമാനങ്ങൾ, ഞാൻ ഉണ്ടാക്കി വച്ചിരിക്കുന്ന കുറേ തീരുമാനങ്ങൾ കൊണ്ട് ഞാൻ ഇല്ലാതെയായി. ഞാൻ തന്നെ എടുത്ത തീരുമാനം എനിക്ക് മറ്റുള്ളവരുടെ വെറുപ്പും വിദ്വേഷവും പകയും എല്ലാം എന്നിലുണ്ടായി. എനിക്ക് എന്നിൽ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. മറ്റുള്ളവരുടെ ശബ്ദം കേൾക്കുമ്പോൾ അവരുടെ ശബ്ദത്തെ ചോദ്യം ചെയ്യാനും ആക്ഷേപിക്കാനും പുച്ഛിക്കാനും എല്ലാം എനിക്ക് തോന്നിപ്പോകുന്നു. എന്തുകൊണ്ടാണ്? കാരണം എന്നിൽ നടക്കുന്ന മാറ്റത്തെ എൻ്റെ കൂടെ എനിക്ക് ഇരിക്കാൻ പറ്റുന്നില്ല. വേറെ മാറ്റങ്ങളുടെ ഭാഗം, എന്നിലെ മാറ്റം എനിക്ക് സ്പർശിക്കാൻ പറ്റുന്നില്ല. ഇന്നലെ കുട്ടികൾ ചോദിച്ചു, ശിക്ഷിക്കണ്ടേ, അവൻ കള്ളത്തരം കാണിച്ചെന്ന് പറയണ്ടേ? പറയണ്ട. കട്ടവനെ കട്ടു, നീ കള്ളനാണെന്ന് പറയുന്നതിനേക്കാൾ നല്ലത് നിന്നിൽ ഞാൻ കള്ളത്തരം കാണുന്നില്ല എന്ന് പറഞ്ഞ് അവരുടെ കൂട്ടത്തിൽ കൂടാൻ സാധിച്ചാൽ അവർ കക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? അവർക്ക് കൂട്ടായ്മ ഇല്ലാത്തതുകൊണ്ടാണ്. മോഷ്ടിക്കുന്നത് കൂട്ടായ്മ ഇല്ലാത്തതുകൊണ്ടാണ്. ഒരുമിച്ചിരുന്നാൽ അവർ മോഷ്ടിക്കത്തില്ല. കാരണം ആരുടേതാ മോഷ്ടിക്കുന്നത്? മോഷ്ടിച്ചാൽ എന്താ സംഭവിക്കുന്നത്? മോഷ്ടാവ് എപ്പോഴും നശിക്കുക. കാരണം സ്വന്തം ശരീരത്തിൻ്റെ പ്രവർത്തനവുമായിട്ട് ചേർന്നിരിക്കാൻ പറ്റുന്നില്ല. അപ്പം ചേരാത്തത് എന്തുകൊണ്ടാണ്? ചേരാൻ പറ്റാത്തതുകൊണ്ട് എനിക്കൊന്നും കിട്ടുന്നില്ല എന്നുള്ള തോന്നൽ. എന്നാൽ ശരീരം മരവിച്ചുകൊണ്ടാണ് കാശ് ഒരുപാട് ഉണ്ടാക്കി, ഒരുപാട് വസ്തുക്കൾ, കാറ്, പ്ലെയിന്, ഇതൊക്കെ ഉണ്ടാക്കി അതിൽ നമ്മൾ രമിച്ചങ്ങനെ ഇരിക്കുക. കാരണം നമ്മളിലോട്ട് വരുന്നതൊന്നും നമുക്ക് കാണാൻ പറ്റുന്നില്ല. നമുക്ക് വലിയ കാറ്, പടകണ്ടപ്പാരം കേട്ട് കിടക്കുന്ന കപ്പല്, ഇതൊക്കെ കാണാൻ പറ്റുന്നുള്ളൂ. ഇതൊക്കെ എൻ്റെ സ്വത്തുക്കളാണ്. എനിക്ക് 10 ഏക്കർ വേണം, എനിക്ക് 1000 ഏക്കർ വേണം. 1000 ഏക്കറുണ്ട്, ഞാൻ ഇത്രയും വലിയ സ്വത്തിൻ്റെ ഉടമയാണ്. സ്വസ്ഥതയുടെ ഉടമയല്ല.
മറ്റേതിന് എല്ലാത്തിനും അതിരുണ്ട്. സ്വസ്ഥതയ്ക്ക് അതിരില്ല. സ്വസ്ഥതയ്ക്ക് ഒരു അതിരുമില്ല. സ്വത്തിന് അതിരുണ്ട്, ഭൂമിക്ക് അതിരുണ്ട്, പക്ഷേ സ്വസ്ഥതയ്ക്ക് അതിരില്ല. അത് അതിരില്ലാത്തതാണ്. പക്ഷെ അതാർക്കും വേണ്ട. എല്ലാവർക്കും അതിരുള്ളത് വേണം. അങ്ങനെ അതിരുള്ളതിനെ തിരഞ്ഞെടുത്ത് നമ്മൾ അതിരില്ലാത്തതിനെ ഒഴിവാക്കി. അങ്ങനെയാണ് മനുഷ്യൻ നശിക്കുന്നത്. നമ്മുടെ നാശത്തിന് കാരണം ശ്രദ്ധിച്ചാൽ വളരെ സിമ്പിളായിട്ട് നമ്മുടെ നാവുമായിട്ട്, നമ്മുടെ വായിൽ കിടന്ന് അലക്കുന്ന നാവ് നമ്മുടെ ശ്രദ്ധയിലില്ല. നാവ് എങ്ങനെ ചലിക്കുന്നു? നാവ് എങ്ങനെ ചലിക്കുന്നു അല്ലേ? ഒന്ന് ശ്രദ്ധിച്ചു നോക്ക്. നാവിൻ്റെ പ്രവർത്തനങ്ങൾ, സംസാരിക്കുമ്പോൾ നാവ് എങ്ങനെയാണ് വായിലിരുന്ന് ഈ ശബ്ദത്തിന് മാറ്റങ്ങൾ ഉണ്ടാക്കുന്നത്. നിരന്തരം നമ്മൾ പറയുന്നതിന് താല്പര്യത്തിനനുസരിച്ച് നാവ് മാറ്റങ്ങൾക്ക് വിധേയമാകുന്നു. ശ്രദ്ധിച്ചു നോക്കണം. നിങ്ങളുടെ നാവിൻ്റെ ഒഴുക്ക് അല്ലെങ്കിൽ നാവിലുണ്ടാകുന്ന നൃത്തം ഒന്ന് നോക്കുക, ശ്രദ്ധിച്ചു നോക്കുക. ഭാഷാശുദ്ധി എപ്രകാരം നമ്മളുടെ ശ്രദ്ധയിൽ തെളിഞ്ഞു വരും. നമ്മളിങ്ങനെ സംസാരിക്കുകയല്ലേ, നാവിങ്ങനെ ഏതെല്ലാം രീതിയിൽ നാവിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. എപ്പോഴെങ്കിലും ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ശരീരത്തിൻ്റെ എല്ലാ ബലം പിടുത്തവും പോവും നാവിൻ്റെ പ്രവർത്തനത്തെ നമുക്ക് ശ്രദ്ധിക്കാൻ സാധിച്ചാൽ. കാരണം ഒട്ടും ബലം പിടിക്കാതെ നാവ് ഇരിക്കുന്നത് കൊണ്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. വ്യത്യസ്തമായിട്ടുള്ള ശബ്ദത്തിന് സാക്ഷ്യം വഹിക്കുന്നത്. നാവിനെ ഒന്ന് അറിഞ്ഞു നോക്ക്. സംസാരിക്കുക, ശരീരത്തിൻ്റെ ആന്തരിക പ്രവർത്തനങ്ങളെ തെളിച്ചു കൊണ്ടുവരിക. സംസാരിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ ആന്തരികമായിട്ടുള്ള പ്രവർത്തനത്തെ തെളിച്ചു കൊണ്ടുവരികയാണ്. ഈ നാവ് ചലിക്കുമ്പോഴെല്ലാം നാവ് ചലിക്കാൻ കാരണമായിട്ടുള്ളൊരു ശരീരമുണ്ടുള്ളിൽ. അത് സുതാര്യമായിട്ട് വിശാലമായിട്ട് അനായാസം പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് അനായാസം നമുക്ക് സംസാരിക്കാനും സാധിക്കുന്നത്. ശരീരത്തിൻ്റെ ഉള്ളിൽ ബലം പിടുത്തവും വാശി, വൈരാഗ്യം, വിദ്വേഷവും ഉണ്ടെങ്കിൽ ഒരിക്കലും സംസാര സാഗരം ഉണ്ടാകത്തില്ല. ഇല്ല, ഉണ്ടാകത്തില്ല. സംസാരത്തിൽ നമുക്ക് തുടരാൻ പറ്റത്തില്ല. ആകാശവുമായിട്ടുള്ള ബന്ധമാണ് സംസാരം, ശബ്ദം. വളരെ മനോഹരമായിട്ട് ശരീരത്തിൻ്റെ ആന്തരിക പ്രവർത്തനത്തിൽ സൗഖ്യം, ആന്തരികമായിട്ടുള്ള സൗഖ്യമാണ്. ആഹാ, വിശാലതയാണ് നമ്മളുടെ അറിവിൽ തെളിഞ്ഞു വരുന്നത്. വളരെ മനോഹരമാണ്. നാവ് നിങ്ങളൊന്ന് അറിഞ്ഞാൽ, നാവ് അറിയാൻ സാധിച്ചാൽ ഒരു വലിയൊരു ബിസിനസ്മാനായി അല്ലേ? വലിയൊരു ബിസിനസ്മാനായി, ബിസിയായി, ഒരു വലിയ ബിസിനസ് ചെയ്യാൻ നാവിനെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. നാവ് കൊണ്ട് ഞാൻ ഉണ്ടാക്കുന്നു എൻ്റെ സാമ്രാജ്യം. ഞാൻ എൻ്റെ നാവ് കൊണ്ട് ഞാനൊരു മനോഹരമായിട്ടുള്ള സാമ്രാജ്യം ഉണ്ടാക്കുകയാണോ? ഇല്ല, എന്നിൽ തെളിഞ്ഞു വരുന്നു. ഇതെല്ലാം ഉള്ളതാ, തെളിഞ്ഞു വരുന്നു. അതെ, ബിസിനസ്സാണ്. നഷ്ടമില്ലാത്ത, ഒരിക്കലും നഷ്ടമില്ലാത്ത ബിസിനസ്സാണ്. നാവ് കൊണ്ട് മാത്രം നമ്മുടെ ആരോഗ്യം, സംരക്ഷണം, ഐശ്വര്യം, അഭിവൃദ്ധി എല്ലാം നാവ് കൊണ്ട് മാത്രം. അങ്ങനെ നാവിൽ മാത്രം ശ്രദ്ധിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ഒട്ടനവധി സാധ്യതകൾ, നിരന്തരം എൻഗേജ്ഡ് ആയിട്ടിരിക്കാനുള്ള അവസരം. ഏറ്റവും മനോഹരമായിട്ടുള്ള ഒന്നാണ് നിരന്തരം എൻഗേജ്ഡ് ആയിട്ടിരിക്കുക. അത് വലിയൊരു സാധ്യതയാണ്. നിരന്തരം എൻഗേജ്ഡ് ആകുക. ആ എൻഗേജ്ഡ് ആകുന്നത് കൊണ്ട് നമുക്ക് ക്ഷീണമുണ്ടാകുന്നില്ല. ആ എൻഗേജ്ഡ് ആകുന്നത് കൊണ്ട് കൂടുതൽ നമ്മൾ പ്രാപ്തനാകുന്നു. പ്രവർത്തിക്കും തോറും ശക്തി കൂടുന്നു, ശക്തിയും ശുദ്ധിയും കൂടുന്നു. അതാണ് ജീവിതം. അല്ലാതെ അലഞ്ഞു തിരിഞ്ഞ് നടന്ന് അവശനായി പോകുന്നതല്ല ജീവിതം. ബിസിനസ്സാണ്, നല്ല ബിസിനസ്സാണ്. ഞാൻ നിരന്തരം ബിസിയാണ്. എന്തിൽ ബിസിയാണ്? എൻ്റെ ജീവിതത്തിൽ ബിസിയാണ്. നാവ് മാത്രം ഒന്ന് പരിശോധിച്ച് നോക്ക്. സംസാരിക്കുമ്പോൾ നാവിൻ്റെ ചലനം അറിയുന്നുണ്ടോ? എന്തെല്ലാം ബലം പിടിച്ചിട്ടാണ് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞ് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ എത്ര സമയമെടുത്ത് വിഷമിച്ചു. നിനക്ക് ഇപ്പോഴെങ്കിലും മനസ്സിലായല്ല? ഞാൻ തളർന്ന് ക്ഷീണിച്ച്
ഇപ്പോഴെങ്കിലും നിനക്ക് നല്ല ബോധം ഉണ്ടായല്ലോ എന്നാണ് പലരും പറയുന്നത്. ഞാൻ ഇത്രയും പാടുപെട്ടില്ലേ? ഇല്ല, അങ്ങനെ സംസാരിക്കരുത്. അങ്ങനെ ഒരിക്കലും സംസാരിക്കും. നമ്മൾ പാടുപെട്ട് പറഞ്ഞു കൊടുക്കുന്ന മറ്റൊരാൾക്ക് ദുരന്തം ഉണ്ടാക്കി കൊടുക്കുകയും നമ്മൾ ആസ്വദിച്ച് ആഘോഷിച്ച് സംസാരിക്കുന്നത് അത് മറ്റുള്ളവർക്ക് ആർക്കെങ്കിലും ഗുണം ഉണ്ടാകുന്നുണ്ടോ ഇല്ലയോ നമ്മൾ നോക്കണ്ട. ഗുണത്തിന് വേണ്ടിയിട്ട് പറയണ്ട. പറയാൻ സാധിക്കുന്നതുകൊണ്ട് പറയുന്നു. ഒരിക്കലും ഗുണത്തിന് വേണ്ടിയിട്ട് പറയണ്ട. കാരണം പറയാൻ സാധിക്കുന്നു. എന്തിൽ നിന്ന് പറയുന്നു? ഇത് ശരീരത്തിൻ്റെ ജീവന്റെ പ്രത്യേകതയാണ്. അതാണ് ഏറ്റവും വലിയ സവിശേഷത. എനിക്ക് സംസാരിക്കാൻ സാധിക്കുന്നു, ആഹാ. എനിക്ക് നടക്കാൻ സാധിക്കുന്നു, ആഹാ. അതിലായിരിക്കണം, ആഹാ. എനിക്ക് സംസാരിക്കാൻ, എനിക്ക് നടക്കാൻ സാധിക്കുന്നു, ആഹാ. എനിക്ക് ഭക്ഷണം കഴിക്കാൻ സാധിക്കുന്നു, ആഹാ. വേറെ എന്തെല്ലാണ് ആഹാ? നാവ് മാത്രം, നാവ് ഒരിക്കലും വായിൽ മിസ്സിങ് ആകരുത്. വായിൽ ഒരിക്കലും നാവ് മിസ്സിങ് ആകരുത്. നാവ് മാത്രം സജീവമാക്കിക്കൊള്ളുക. നാവ് എപ്രകാരമാണ് ചലിക്കുന്നത്? സംസാരിക്കുമ്പോൾ നാവ് ചലിക്കുന്നത് എങ്ങനെയാണെന്ന് ശ്രദ്ധിക്കുക. കൗതുകരമായിട്ട് നാവിനെ ശ്രദ്ധിക്കുക. നമ്മൾ എന്ത് പറയുന്നു എന്നുള്ളത് ശ്രദ്ധിക്കുന്നതിന് പകരം നമ്മുടെ നാവിനെ ശ്രദ്ധിക്കുക. എന്ത് സംഭവിക്കും? അവിടെ നമ്മളുടെ ഏറ്റവും മനോഹരമായിട്ടുള്ള ദഹനത്തിൻ്റെ സാധ്യത, നമ്മുടെ ദഹനത്തിൻ്റെ സാധ്യത. നമ്മളിലുള്ള ദഹനം, ശരീരത്തിൻ്റെ ദഹനവുമായിട്ട് നമ്മുടെ ശ്രദ്ധ എത്രത്തോളം പൊരുത്തപ്പെട്ടിരിക്കുന്നു. ശരീരം ദഹിച്ചാണ് നമുക്ക് അറിവുണ്ടാകുന്നത്. ശരീരത്തിൽ വരുന്നത് ദഹിപ്പിച്ചെടുത്താണ് അറിവുണ്ടാകുന്നത്. അപ്പോൾ ശരീരത്തിൽ വരുന്നതിനെ ദഹിപ്പിക്കാൻ ശരീരത്തിൻ്റെ മാറ്റങ്ങൾ, ശരീരത്തിൽ നിരന്തരമായിട്ടുള്ള മാറ്റങ്ങൾക്കാണ് അതിനുള്ള കഴിവുള്ളത്. അപ്പം മാറ്റങ്ങൾ, നമ്മുടെ ഉള്ളിലുള്ള മാറ്റങ്ങളെ ശ്രദ്ധിക്കാൻ സാധിക്കണം. നമ്മുടെ ഉള്ളിലുള്ള മാറ്റങ്ങളാണ് നമ്മൾക്ക് ഉണർവ് തരുന്നത്. ഉള്ളിലുള്ള മാറ്റങ്ങളല്ലാതെ പുറമേ കാണുന്ന മാറ്റത്തിന് സ്ഥാനം കൊടുത്താൽ ഒരിക്കലും നമുക്ക് സ്വസ്ഥത ഉണ്ടാകത്തില്ല. ഉള്ളിലുള്ള മാറ്റങ്ങൾ നാവിൻ്റെ ഭാഗത്ത് ആരംഭിക്കുമ്പോൾ അതുമായിട്ട് പൊരുത്തപ്പെട്ടിരിക്കുന്ന വ്യക്തിക്ക് ശ്വാസത്തിൻ്റെ ഭാഗത്തുണ്ടാകുന്ന മാറ്റത്തെ നിരീക്ഷിക്കുവാനുള്ള അർഹത അപ്പോഴേ ഉണ്ടാകത്തുള്ളൂ. ശരീരത്തിൻ്റെ ഉള്ളിലുണ്ടാകുന്ന മാറ്റത്തിൻ്റെ കൂടെ തുടർച്ചയായിട്ട് ഇരുന്നാൽ, നാവിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഇരുന്നാൽ, നമ്മുടെ നാവ് നമുക്ക് രുചിയാണ് തരുന്നതെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും രുചിയുള്ള ജീവിതത്തിന് അർഹതപ്പെട്ടവനാണ്. ആ രുചി നാവിൻ്റെ തുമ്പത്ത് മാത്രമേ ഉള്ളെങ്കിൽ തീർച്ചയായും ജീവിതം എപ്പോഴും ഒരു തുമ്പിലിരിക്കുന്ന പോലെ ഇരിക്കും. എപ്പോഴും താഴെ വീഴാം. എപ്പോഴും രുചി മുഴുവനും ആകുമ്പോൾ ഇല്ല, വീഴാനൊന്നുമില്ല. എല്ലായിടത്തും ആയിരിക്കണം രുചി. ഒരാളെന്ന് പറഞ്ഞാൽ തീർത്ത് അത് കംപ്ലീറ്റ് ആണ്, ആയിരിക്കണം. ഒരാൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ പ്രകൃതി, പ്രപഞ്ചം എന്ത് ചെയ്യുന്നു, അതാണ് അതിൻ്റെ സാരം. പ്രപഞ്ചം എപ്രകാരം മാറ്റങ്ങൾ വരുത്തുന്നു, ആ മാറ്റമേ ഒരാളിലുള്ളൂ. അല്ലാത്തൊരു മാറ്റമില്ല. ഒരാൾ മാറി മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ അത് പ്രപഞ്ചമുണ്ടാക്കിയ മാറ്റം മാത്രമാണ്. അല്ലാത്തൊരു മാറ്റമെങ്ങുമില്ല.